സജീവമായതുകൊണ്ട് അയാൾ തുറന്നു പറയുന്നില്ല. പക്ഷെ വാങ്ങി എന്നുള്ളതും ഒറ്റ അഭിപ്രായം പറയുന്നുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞാലും ദേവി ഇത് വളച്ചൊടിക്കാതിരിക്കുക. എല്ലാവരുടെ കൂടെ ഉള്ള റിക്വസ്റ്റാണ്. എന്നല്ല ഞാൻ എന്നെ പറ്റി പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും വിമർശിച്ചു. ഒരു പ്രശ്നമുള്ള കാര്യമല്ല. ആർക്കും എന്തും പറയാം. നമ്മൾ പബ്ലിക്കിനോടാണ് പറയുന്നത്. വിമർശിക്കുന്നതിൽ ഒരു വിഷമവും എനിക്കില്ല. പക്ഷേ ഇത് തുടക്കം മുതലേ ഞാൻ പറയാത്ത കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് നമുക്കൊരു പ്രശ്നം. ഞാൻ എന്ത് പറഞ്ഞോ നേരെ വിരുദ്ധമായിട്ടാണ് പറയുന്നത്. അത് ദയവ് ചെയ്ത് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും രീതിയിൽ സമൂഹത്തോടൊരു കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. ഉള്ള കാര്യം പറഞ്ഞ് ചോദിച്ചോ, ഉള്ള കാര്യം പറഞ്ഞ് വിമർശിച്ചോ, കുറ്റപ്പെടുത്തിക്കോ, ഒരു കുഴപ്പമില്ല. ഇന്നലെ തന്നെ അത് പബ്ലിഷ് ചെയ്ത ഇതിനകത്തൊരു പ്രശ്നം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ വ്യക്തിപരമായിട്ട് നമ്മൾ ഒരാളെ പറ്റി പറയും. എൻ്റെ ഒരുപാട് പേര് ചോദിച്ചു എന്താ പേര് പറയാത്തത്. നമ്മൾ പേര്, ഒന്നാമത്തെ കാര്യം ഈ പെൺകുട്ടികളുടെ പേര് നമുക്ക് പറയാൻ പാടില്ല. രണ്ട്, ഒരാളുടെ പേര് പറഞ്ഞ ഒരാളെ ഹേർട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പം പേര് എന്ന് ആവർത്തിച്ച് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരിയുള്ള കാര്യമല്ല. ഒന്നാമത് ഒരുപാട് പേര് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഇതിൻ്റെ പിന്നിലുള്ള എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നിങ്ങൾ അന്വേഷിച്ച് അന്വേഷിച്ചാൽ കിട്ടുമെന്ന് സിമ്പിളി കിട്ടും. അത് നിങ്ങളുടെ ജോലി അതല്ലേ. ഒരാൾ പറഞ്ഞു മാധ്യമങ്ങൾക്ക് 100% അന്വേഷിച്ചാൽ കിട്ടും. ഒരുപാട് ആൾക്കാർ ഇന്ന് രാവിലെയും എന്നെ പേഴ്സണലി വിളിച്ചിട്ട് അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാനൊരു 1-2 ഓൺലൈൻ മാധ്യമങ്ങളിൽ ഞാൻ ഇൻ്റർവ്യൂ കൊടുത്ത സമയത്ത് എനിക്ക് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ ഒരു നിങ്ങളെന്തായാലും നിൽക്കുക, എന്തായാലും എനിക്ക് അയച്ച മെസ്സേജ് അല്ല കേട്ടോ. വേറൊരാൾ ഞാനിപ്പോൾ കേൾപ്പിക്കുന്നത്, അതായത് ഈ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നേരത്തെ ഞാൻ ഓൺലൈൻ മീഡിയയിൽ പറഞ്ഞൊരു സാധനമാണേ. വോയിസ് കേട്ടാൽ മതി. ഞാൻ 8 വർഷം വർക്ക് ചെയ്ത ആളാണ്. അതായത് ഇപ്പോഴും നല്ല കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ 8 വർഷം ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്കൊന്നും ചിലപ്പോൾ ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, പക്ഷെ ഉള്ളവരുണ്ട്. കഴിഞ്ഞ ബിഗ് ബോസിലല്ല, അതിന് മുന്നത്തെ 2 സീസണിന് മുന്നേ ഉള്ള എൻ്റെ ഒരു ഫ്രണ്ട്, ആ ഫ്രണ്ടിൻ്റെ അടുത്ത് നിന്നും ഇതുപോലെ പകുതി പേയ്മെന്റ് വാങ്ങിയിരുന്നു. അയാൾ എപ്പോഴും സജീവമായതുകൊണ്ട് അയാൾ തുറന്നു പറയുന്നില്ല. പക്ഷെ വാങ്ങി എന്നുള്ളതും ഇവർ ചോദിച്ചതും ഒക്കെ നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഞാനിത് ആളുകളെ അടച്ചാക്ഷേപിച്ച് പറയുന്നതല്ല, ആ പറയുന്നതിൽ സത്യമാണ്. ഇത് ഞാൻ ഒരെണ്ണം അയച്ചാണ്. ഇത് കണക്ക് മെയിലുകൾ വന്നിട്ടുണ്ട്. ഇത് എന്നോട് പറഞ്ഞതല്ല കേട്ടോ. ബിഗ് ബോസിലെ മറ്റൊരു സ്ത്രീ മത്സരാർത്ഥിയോട് വേറൊരാൾ പറഞ്ഞാണ്. അതായത് അഖിലിനെതിരെ നിങ്ങൾ സംസാരിക്കരുത്, ഇങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്കുണ്ടായി കാണത്തില്ലായിരിക്കും, ഉണ്ടായിട്ടുള്ളവരുണ്ട്. അതേപോലെ മെയിൽ വന്ന് കിടപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഇവർ വിളിക്കുന്നത്. ഇങ്ങനെ തന്നെയാണ്. അതായത് ഇൻ്റർവ്യൂ വരെ ഞങ്ങൾ എത്തിച്ചേരാം കേട്ടോ. അതിനുശേഷം നടക്കില്ല നമുക്കറിയത്തില്ല. ഇൻ്റർവ്യൂ വരെ എത്തണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണം. ഇന്ന് രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞ ഒരാളതാണ് പറഞ്ഞത്, ഇൻ്റർവ്യൂവിലേക്ക് കയറ്റി വിടാൻ വേണ്ടിയിട്ട് ഇത്